ഒരു 4 വിസിലെങ്കിലും അടിക്കേണ്ടി വരും. പച്ചക്കായല്ലേ, വെയിറ്റ് ഇട്ടാ വേവണ്ടേ. അപ്പൊ ഇന്ന് കസവ് മുട്ടൊക്കെയാണല്ലോ. എന്റെ എക്സ്പ്രഷൻ കണ്ടോ എങ്ങനെയാണോ? അപ്പൊ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അപ്പൊ കഴിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടോന്നാണ്. എനിക്ക് ഞാൻ മാർക്ക് കൊടുക്കുവാണെങ്കിൽ ആർ യു ഹാപ്പി വിത്ത് ടുഡേസ് ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങളുടെ ചെന്നപ്പ വളരെ ഹാപ്പി ആയി. ഡബിൾ ഹാപ്പി. ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടായിരുന്നു ഈ ഡോർ ഒന്ന് അടക്കണ കാണിക്കാവോ? അപ്പൊ അടക്കണതേ സ്ലൈഡിംഗ് ആണ് കാണിച്ചതാ. ഇതെന്തിനാ വെച്ചേക്കണേന്ന് ഒരു ചോദിച്ചു. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് ഇത്രയും ഭാഗം അടഞ്ഞു കിട്ടണം. അപ്പൊ അവിടെ ഡ്രോയിങ് റൂമിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് നോക്കുമ്പോ ഡൈനിങ്ങിൽ നിന്നൊക്കെ കാണാതിരിക്കാൻ വേണ്ടി ഞങ്ങക്ക് ഇവിടെ പാചകത്തില് പാചകം ചെയ്യുമ്പോ ഞങ്ങള് മുഖഭാവം മാത്രം അങ്ങോട്ട് കണ്ടേച്ചാൽ മതി. ബാക്കി ഭാഗം കാണാനും കിച്ചൺ കാണാതിരിക്കാനും വേണ്ടി ഇങ്ങനെ ഒരു ഡോറ് വെച്ചതാണ്. മേളിലേക്ക് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എയർ ഫ്ലോ ഉണ്ടാവൂല, വെന്റിലേഷൻ. അത് കാരണം ഇത് ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇത് അന്നത്തെ കാലത്ത് 6020 ആയി ഡോറിന്. ഇത് അന്നേരം ഇങ്ങനെ ഫിറ്റിങ്ങാ. അടിയിൽ ഇതില് ഇങ്ങനെ ലോക്ക സ്ലൈഡിങ് കാണാൻ മേലെ. അടിപൊളി. ഇത് ഗ്ലാസ് വെക്കാന്ന് പറഞ്ഞാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാ. ഗ്ലാസ് വെക്കുമ്പോ ഹ്യൂമിഡിറ്റി വരും, അടഞ്ഞിരിക്കുമ്പോ ഫ്ലോ കിട്ടൂല. അപ്പൊ പണിയെടുക്കുമ്പോ ഇങ്ങനെ അടയ്ക്കും ചില ദിവസങ്ങൾ. ഓക്കെ, നല്ല വെളിച്ച അടുക്കളയിൽ. അതെന്താ നല്ല ഇത് ലൈറ്റ്. അമ്മയുടെ മുഖത്തും നല്ല വെളിച്ചമുണ്ട്. അതിനൊരു കാരണം ഉണ്ടല്ലോ. പിന്നെ ഇപ്പൊ മാറ്റി കഴിഞ്ഞാലേ നൈറ്റിയുടെ വെളിച്ചമാണ്. ഇപ്പൊ മാറ്റി കഴിഞ്ഞാൽ കറ പറ്റൂ തുണ്ട് കളയുമ്പോ. ഇത് അടുപ്പത്ത് വെച്ച് കഴിയുമ്പോ മാറ്റി തരാം നൈറ്റി കാണിക്കാം. ഇതന്നെ പച്ച ഏത്തക്കയൊക്കെയാണല്ലോ പുഴുങ്ങാൻ പോണേ. പച്ച ഏത്തക്ക പുഴുങ്ങണ കുറെ നാളായി വിചാരിക്കണം. ഒരുപാട് പേര് ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബൗച്ചാച്ചന്റെ സാലിയാൻറ്റി പറഞ്ഞിട്ടുണ്ട് ഇത്. പിന്നെ പറവൂര് സെലിനും ഒരു പ്രാവശ്യം പറഞ്ഞു, സെലിന് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേന്ന്. ഓ, ഇത് പുഴുങ്ങും അല്ലേ? പുഴുങ്ങും. അല്ല, ഞാൻ പുഴുങ്ങിയിട്ടില്ല. അപ്പൊ നമ്മളോട് ചേച്ചി ഒരുപാട് നാൾ മുമ്പ് എന്നോട് പറഞ്ഞ ഇങ്ങനെ പച്ച ഏത്തക്ക പുഴുങ്ങിയാൽ നല്ലതാണ്, ചൂടോട് കൂടി കഴിക്കണമെന്ന്. സെലിൻ പല പ്രാവശ്യം പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചാൽ നല്ലതാ, സ്ട്രോങ് ആയിട്ട് കിടന്നോളൂന്ന്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് പുഴുങ്ങി നോക്കാം. ഒരു 3 എണ്ണം എടുത്ത തൊണ്ട് ഞാനിങ്ങനെ ചെത്തിയേക്കുവാ. ഇത് കാണിച്ചു തരാം ഓർണത്തിന്റെ തൊണ്ട് എങ്ങനെയാ ചെത്തണേന്ന്. ബുദ്ധിമുട്ടാ? അല്ല, ബുദ്ധിമുട്ടല്ല, കറ പറ്റി. ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ തൂത്തുന്നുണ്ട് കയ്യില്. അതെന്നാന്നറിയാമോ, ഈ തൊണ്ട് ചിലപ്പോ അല്ലെങ്കിൽ വിട്ടുപോരാൻ പാടായിരിക്കും പച്ചയായതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ ചേന്തി എടുത്താൽ മതി. ദേ നല്ല പച്ചക്കായാട്ടോ, ഫ്രഷാ. ദേ ഇങ്ങനെ ഞെടുമ്പോ ആദ്യം അങ്ങ് ചെത്തി മാറ്റണം. കാണിച്ചു തരാം. ദേ എന്നിട്ട് ചീമ്പി എടുക്കാം നമുക്ക്. 3 ഞെടുമ്പുണ്ടല്ലോ, 3 ദേ ഇങ്ങനത്തെ ഈ നമ്മുടെ ഞെടുമ്പ് മറ്റേ ചിപ്സ് ഉണ്ടാക്കാൻ നേരത്തെ ആദ്യം ഞെടുമ്പ് മാറ്റി വെച്ച് ഇതെടുക്കുമ്പോൾ അതുപോലെ പൊളിക്കുമല്ല കേട്ടോ. ഇത് ഇച്ചിരി തൊലി അതിൽ നിൽക്കും. എന്നിട്ട് കഴിക്കുമ്പോൾ അത് അടർത്തി കഴിച്ചു നോക്കാം എങ്ങനെയാന്ന്, ഞെക്കി എടുക്കാൻ പറ്റുമോന്ന്. അങ്ങനെ പറ്റുമെന്നൊക്കെയാണ് പറയണത്. നമുക്കറിയില്ല എങ്ങനെയാന്ന്, ആദ്യമായിട്ട് ചെയ്യണതല്ലേ. ഏതായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തൊലി കളയാം. ദേ ഇനി ദേ ഇങ്ങനെ ദേ ഈ ചേമ്പിന്റെ ഒക്കെ തൊലി ഇങ്ങനെ, അല്ല ചേമ്പിന്റെ മുട്ട താളിന്റെ ചീമ്പൂര് അതുപോലെ ദേ ഇങ്ങനെ ചീമ്പി ചെത്തി എടുത്താൽ ചിലപ്പോ ദശപ്പ് പോരും. അതാ ഇങ്ങനെ ചീമ്പിങ്ങി കുറച്ചെടുത്താൽ മതി. പിന്നെ പുഴുങ്ങി കഴിയുമ്പോ പൊളിച്ചു നോക്കാം എങ്ങനെയാന്ന് കേട്ടോ. ഒരു 4 വിസിലെങ്കിലും അടിക്കേണ്ടി വരും. പച്ചക്കായല്ലേ, വെയിറ്റ് ഇട്ടാ വേവണ്ടേ. അപ്പൊ അതിന് കോമ്പിനേഷൻ ആയിട്ട് ചിലര് കഴിക്കുന്നത് കാന്താരിമുളക് ചമ്മന്തി, ചിലര് കഴിക്കുന്നത് തേങ്ങ ചിരണ്ടിയത്. ഞാൻ ഏതായാലും 2 എടുത്ത് വെച്ചിട്ടുണ്ട്. ചമ്മന്തിക്ക് എരിവായതുകൊണ്ട് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അമ്മ ഇതാണോ കഴിക്കാൻ പോണേ? ഞാൻ പുട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതും കഴിക്കണം. അപ്പ പുറത്ത് പോയേക്കണത് കൊണ്ട് 10:30 വരുള്ളൂ. വേറൊരു പരിപാടിക്ക് പോയേക്കുക. ഉച്ചയ്ക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പരിപാടിക്ക് പോവാനും ഉണ്ട്. അപ്പ അവിടെ നിന്ന് പോയ സ്ഥലത്തു നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത്. അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ ഏതായാലും കഴിച്ചിട്ട് ശരിയായില്ലെങ്കിൽ പുട്ട് കഴിക്കാന്നോർത്താ ഇരിക്കണം. പുട്ട് ചുട്ട് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആ പുട്ട് വൈകുന്നേരം എടുക്കാം. അതാണ് ഈ പുട്ട് ഇവിടെ ഇരിക്കുന്നത്. കഴിച്ചില്ല ഞാൻ. ഇത് നമുക്ക് ഇതൊരു 2-3 ട്രിപ്പില്ലേ വെള്ളത്തിൽ കഴുകി എടുക്കണം. കാരണം പച്ചയായതുകൊണ്ട് കറചവ ഉണ്ടാവും. കഞ്ഞിവെള്ളത്തിലാണ് കഴുകേണ്ടത്. പക്ഷെ അരി വെച്ചിട്ടില്ല, കഞ്ഞിവെള്ളം ഇല്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഫുഡ് ഇല്ലാത്തതുകൊണ്ട് അരി ഇന്ന് വേവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കണ
അന്ന് തന്നെ ആ വീഡിയോ റിലീസ് ചിലപ്പോൾ ആക്കാറില്ലല്ലോ, അപൂർവമായിട്ടല്ലേ അങ്ങനെ അന്നത്തെ ദിവസം തന്നെ റിലീസ് ആക്കണത്. അതുകൊണ്ട് ഞാൻ ഓർക്കുമ്പോഴൊക്കെ ഡേറ്റ് പറയാറുണ്ട് കേട്ടോ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച്. ചിലപ്പോൾ വിട്ടുപോകും, രാവിലെ ആയതുകൊണ്ട് അതൊക്കെ ഓർത്തിരിക്കും. 2-3 വീഡിയോയുടെ പരിപാടി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ വിട്ടുപോകും കേട്ടോ. ഓക്കെ, നീ കഴുകിക്കൊണ്ട് വരട്ടെ. നമുക്ക് കുക്കറിൽ വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പിട്ട് ഇത് വേവിച്ചെടുക്കുക. കഴുകിക്കൊണ്ട് വരാം. ഇപ്പൊ നമ്മളിത് കുക്കറിൽ വെള്ളം വെച്ചു. വെള്ളത്തിന് ആവശ്യമല്ല, വെള്ളത്തില് ഏത്തക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക കേട്ടോ. വെള്ളത്തിന് ആവശ്യമുള്ള ഉപ്പല്ല, അല്ല, വെള്ളത്തിൽ ഉപ്പ് ലേച്ച് ചേരുമ്പോ ഇച്ചിരി മുന്നിൽ ഉപ്പ് നിൽക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, കൂടുതൽ ഉപ്പായി കഴിഞ്ഞാൽ കായയിലേക്ക് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് തിന്നാനും ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഞാനൊരു മയായിട്ട ഉപ്പ് ചേർത്തിട്ടുള്ളൂ. പിന്നെ വേറെ ഒന്നും വെള്ളത്തിൽ ചേർക്കണില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് വെള്ളത്തിലിട്ടാട്ടോ വേവിച്ചെടുക്കണേ. അപ്പച്ചെമ്പില് കാ പുഴുങ്ങം പോലെ പുഴുങ്ങി കഴിഞ്ഞാൽ ഇത് വേവൂല, പച്ചക്കായല്ലേ. അതുകൊണ്ട് വെള്ളത്തിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ എന്തായാലും അടിക്കണം. നേക്ക വെള്ളം കിടക്കണം. ഇതൊക്കെ പ്രത്യേകിച്ച് പറയണത്, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണത് എല്ലാവർക്കും ഇത് കാച്ചിലും ചേനയും ചേമ്പും ഒക്കെ പുഴുകണവർക്കൊക്കെ അറിയാം ഇതിനെപ്പറ്റി. പുതിയ കുട്ടികൾക്ക് വേണ്ടി പറയണത് അറിയാവുന്നവർ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് കണ്ണങ്ങ് അടച്ചേക്കുക. അടയ്ക്കുക. എന്നിട്ട് ആവി വരുമ്പോ വെയിറ്റ് ഇട്ട് ഓഫ് ചെയ്തിടുക. എന്നിട്ട് നമുക്ക് എടുത്ത് നോക്കാം വേവ് എങ്ങനെയാണെന്നുള്ളത്. വെള്ളം ഊറ്റിയെടുക്കാം കേട്ടോ. ഇതിന് വെള്ളം ഊറ്റിയെടുക്കണമെന്ന് അറിയാലോ. അപ്പൊ അതിന് ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തേങ്ങ ഇരണ്ടി വെച്ചിട്ടുണ്ട് ചേർത്ത് കഴിക്കാൻ. തേങ്ങ കാണാമോ? ഉള്ളിച്ചമ്മന്തി. ഉള്ളി എന്ന് പറഞ്ഞാൽ കാന്താരി മുളകും ചുമന്നുള്ളി, സ്വല്പം ഉപ്പും, അതിനാവശ്യത്തിന് പുളിയുടെ സിറപ്പല്ല, പുളി വെള്ളത്തിൽ ഇട്ടേച്ച് അതിലേക്ക് പിഴിഞ്ഞ് ചേർത്തേക്കണം കേട്ടോ. വാളം പുളി കേട്ടോ. ഓക്കെ, 3 വിസിലടിച്ചപ്പോ ഞാനൊന്ന് ഓഫ് ചെയ്തേച്ചേ ഒന്ന് തുറന്നു നോക്കാന്ന് കരുതി വേവ് എങ്ങനെയാന്ന്. വെന്തിട്ടുണ്ടോന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ. തൊലി പൊട്ടിയിട്ടുണ്ടല്ലോ. 3 വിസിലാട്ടോ അടിച്ചോളൂ. ഞാൻ വെച്ചാ പഴം പോലെ ഇരിക്കണല്ലോ, വെന്തട്ടില്ല. കൊച്ചേ ഊടി നോക്കട്ടെ. വെന്തോ? ഒന്നോടെ അടിപ്പിക്കാം. പച്ചയല്ലേ, ഒന്നോടെ അടിച്ചോ കലങ്ങി പോതാ. ഏതായാലും ഒന്നോടെ അടിച്ചതായാലും, കാരണം അത്രയ്ക്ക് അങ്ങോട്ട് വെന്തട്ടില്ല. അല്ലെങ്കിൽ ഇത് ഒന്നടിച്ചാ മതി. 3 എണ്ണാട്ടൊക്കെ അടിച്ചേക്കണേ. അതെന്നാന്നോ, ഏത്തക്കയുടെ മൂപ്പ് ഇതും അനുസരിച്ച് ഡിപ്പെൻസ് അങ്ങനെ ഓരോ ഇതായിരിക്കും വേവ് ഇതിന്റെ കേട്ടോ. പച്ചക്ക പുഴുങ്ങാത്തോണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഐഡിയ ഇല്ലെന്നാ. ഏതായാലും ഒന്നോടെ അടുപ്പിച്ച് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഫാൻ ഇടുന്നത് കൊണ്ട് ഈ സാധനം ഇപ്പൊ ഇവിടുന്ന് മാറ്റണില്ല. അതുകൊണ്ട് ആശ്വാസം. അല്ലെങ്കിൽ പിന്നെ നിക്കാൻ പറ്റില്ല. അമ്മ അന്ന് കാണിച്ച നൈറ്റ് അല്ല ഇന്ന് ഇട്ടേക്കണേ. കാണിച്ച അതെ, നല്ല ഭംഗിയായിട്ടുണ്ട് ഇത്. ഇതിന്റെ പൈപ്പിംഗ് കോൺട്രാസ്റ്റ് ആയതുകൊണ്ടേ ഒരു പ്രത്യേക ഭംഗി. മല്ലിക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ. അതെ, ചുമപ്പ് വെച്ചാ പുള്ളിക്കാരി നോക്കിപ്പോ അത്രയും പറ്റൂല. അത് ഞാൻ ഇന്നാളില്ലേ മുളന്തുരത്തില് മെഡിക്കൽ ഷോപ്പില്ലേ ജോസഫേട്ടന്റെ കട, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടത്തെ ഒരു ലേഡി എപ്പോഴും എടുത്ത് തന്നെ എല്ലാ പിള്ളേരും സബ്സ്ക്രൈബേഴ്സ് അവര് പറയാം, ചേച്ചി ഇത്തവണ തയ്ച്ചതിന് ഒരു വെറൈറ്റി ഉണ്ട്. കോട്ടൺ തുണി ചേച്ചി ഇപ്പൊ മോളെ കൊണ്ട് ചേച്ചി എറണാകുളത്ത് നല്ല അടുപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ വന്നപ്പോ കോട്ടൺ ഇല്ലാഞ്ഞിട്ട് അവളെ എറണാകുളത്ത് നിന്ന് എടുത്ത്. ഞാൻ വെയിറ്റ് എടുത്തു കൂട്ടോ. 3 വിസിലടിപ്പിച്ചേച്ച് അടക്കി വെച്ച് വീണ്ടും ഒരു വിസിലടിച്ചു. ഇപ്പൊ ഏതാണ്ട് പാകമായി കാണും. നമുക്കൊന്ന് നോക്കാം. എന്തായാലും വിശപ്പിന്റെ വിളി വന്നു. ആയിട്ടുണ്ട്. ഇനി വേണ്ട, മതിയാവും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാ പിന്നെ പൊട്ടി വിണ്ടെങ്കിറന്തേ ഇപ്പൊ പഴം പോലെ. പഴം പോലെ ഇതേടി. ഇത് മതി, ഇത് മതി. നമുക്ക് എടുക്കാം. വെള്ളം ഊറ്റി എടുക്കാം കേട്ടോ. ഞാനൊരു എളുപ്പമാർഗത്തിലാണ് ചെയ്യണതേ, വെള്ളം ഊറ്റാനായിട്ട്. വെള്ളം ഞാൻ ഇത് എടുക്കണില്ല. ഇങ്ങനെയാ ചെയ്യണേ അല്ലേ? നോക്കട്ടെ എങ്ങനെ കിട്ടുമോന്നു. കിട്ടും. വേറൊരു പണി ചെയ്യാം കേട്ടോ. ഒരു കാര്യം ചെയ്ത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊരു പരിപാടി ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് തൊണ്ടിങ്ങനെ പൊളിഞ്ഞു. ഇവിടെ വെക്കട്ടെ. ഇങ്ങനെ വെച്ചാൽ എന്തെങ്കിലും വെള്ളം അതിലുണ്ടെങ്കിൽ അതിയിട്ട് വീണോളും. അതിനാ ഞാൻ പറഞ്ഞൊരു പണി ചെയ്യാന്ന്. എന്നിട്ട് നമുക്കേ ഒരു പ്ലേറ്റ് എടുത്തേച്ച് ചൂടോട് തന്നെ ഇത് കഴിക്കണം, അല്ലെങ്കിൽ വിറങ്ങലിച്ച് പോയി പച്ചയായതുകൊണ്ട്. ശരിക്കും വെന്തിട്ടുണ്ട്. ഞാനിത് ഞാൻ മാറ്റട്ടെ കേട്ടോ. ആയിക്കോട്ടെ, നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. ഞാൻ ഇതിലേക്ക് ഇട്ടപ്പോഴത്തേക്കും തൊലി വിണ്ടു പോകുന്നത്. ശരിക്കും അപ്പൊ തൊലി പൊളിക്കാതെ തന്നെ നമുക്ക് പുഴുങ്ങാം. പെട്ടെന്ന് പൊളിഞ്ഞു പോരും.
പഴം പോലെ ഇരിക്കണല്ലേ? അതുപോലെ ഇരിക്കുന്നു. പക്ഷെ പഴം പോലെ അത്രയ്ക്ക് സോഫ്റ്റ് അല്ല കേട്ടോ, പച്ചക്കായ ആയതുകൊണ്ട്. അതാ എല്ലാവരും ഈ ചൂടോട് കൂടി ഇത് കഴിക്കണമെന്ന് പറയണം. അപ്പം നമുക്ക് മെസ്സേജിൽ കൊണ്ടുപോയി വെച്ച് പ്ലേറ്റും ഒക്കെ സോസർ പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നേച്ച് തേങ്ങ എന്നാന്ന് വെച്ചാൽ കൂട്ടി കഴിക്കാം. അതെ, അമ്മയും പോലെ അപ്പയും മണ്ണുണ്ട്. അപ്പ ഇന്ന് കസവ് മുണ്ടൊക്കെയാണല്ലോ. പക്ഷെ ഈ മുണ്ടും ഷർട്ടും തമ്മിൽ ഒരു മാച്ച് ആവില്ല. ഷർട്ട് ഇത്തിരി നോർമൽ ഷർട്ടാ, കസവ് മുണ്ടിന്റെ കൂടെ ഇച്ചിരി പ്രൗഢിയുള്ള ഷർട്ടാ ചേരുക അല്ലേ? അത്ര വലിയ ഇതല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ഇനി വർത്താനം പറഞ്ഞിരുന്നാലേ വിശക്കുണ്ട്, കഴിക്കാം. ആദ്യം അമ്മ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ചമ്മന്തി വേണമെന്നില്ല, വയറ് കത്തും ചിലപ്പോൾ ആയതുകൊണ്ട്. കഴിച്ചോ കഴിച്ചോ, ഇതിൽ മുക്കി തിന്നണമായിരിക്കും നല്ലത് ചിലപ്പോൾ. നോക്കട്ടെ കേട്ടോ, എന്റെ എക്സ്പ്രഷൻ കണ്ടോ എങ്ങനെയാണോ? കാച്ചിലൊക്കെ പുഴുങ്ങി, കാച്ചിലല്ല ചേമ്പൊക്കെ പുഴുങ്ങി തിന്നാ കുഴപ്പമൊന്നുമില്ല. ഇല്ല അല്ലേ? ഉപ്പുണ്ട്, പിന്നെ പ്രത്യേക വികാരമൊന്നുമില്ല. അതായത് ശരിക്കും ചേമ്പൊക്കെ പുഴുങ്ങി നമ്മൾ തിന്നുമ്പോൾ നമ്മൾ പറയില്ല പ്രത്യേകിച്ച് ഇതൊന്നും ഇതിലില്ല. അതായത് പച്ചക്കായ ചുമ്മാ പുഴുങ്ങി ഉപ്പിട്ട് പുഴുങ്ങി ചൂടോടുകൂടി കഴിക്കുക. ഇത് ചൂടാറി കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ, ചൂട് തന്നെ വേണം ഇതിന്. അത് ശരി, തെറ്റൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഒരു ഇതിനു വേണ്ടി കഴിക്കാൻ. പിന്നെ ഇത് കഴിച്ച് ശീലമായി കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. എനിക്ക് അപാകതയൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. എനിക്ക് തോന്നുന്നു ഇച്ചിരൂടെ മൂത്ത കായ ആണെങ്കിൽ ഇച്ചിരൂടെ നല്ലതായിരിക്കും. പക്ഷെ കായയുടെ വലിപ്പം പാകാം. ചൂടാറാതെ കഴിച്ചോ, ചൂടാറി കഴിഞ്ഞാൽ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. തേങ്ങയാണോ ചമ്മന്തിയാണോ മാച്ചിങ് ഇതിന്റെ കൂടെ? തേങ്ങയാ നല്ലത്. ആണോ? ചമ്മന്തി നമ്മളെ സംബന്ധിച്ചേ, ചമ്മന്തിക്ക് നമുക്ക് എരിവ് കുറവ് ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും. എരിവുള്ളത് കൊണ്ട് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് അല്ല. രാവിലെ തന്നെ എരിവ് കഴിക്കാൻ ഒരു മടി. വലിയ എരിവില്ല കേട്ടോ. എന്നാലും ഞാൻ അതിന്റെ വെളിച്ചെണ്ണയുടെയും ഉപ്പുനീരിന്റെയും പുളിനീരിന്റെ ഒക്കെ ചാറ അതിലേക്ക് ഒഴിക്കണം. കഴിച്ചു നോക്കിക്കേ, എനിക്ക് ഇഷ്ടക്കുറവില്ല, എരിവില്ല. ഇച്ചിരി മതി, കാരണം എരിവ് എനിക്ക് പൊതുവെ ഒട്ടും തന്നെ താല്പര്യമില്ല കഴിക്കാൻ. എനിക്കും ഇഷ്ടമല്ല. ഫോർക്കൊന്നും ഞാൻ എടുക്കണില്ല, പറ്റില്ല, ഫോർക്കൊണ്ട് പറ്റില്ല. ഇതുകൊണ്ട് തന്നെ ഓടിക്കാം. എന്നിട്ട് ഇച്ചിരി ചമ്മന്തിയിലും തേങ്ങയും ചേർത്ത് മുക്കാം, അതാ നല്ലത്. അല്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഞാനൊന്ന് ഇനി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ. തീർച്ചയായിട്ടും തേങ്ങ കൂടുതൽ അങ്ങ് ചേർത്ത് കഴിച്ചോ. ഇത് തനി നമ്മുടെ ചേന പുഴുങ്ങിയത്, ചേനല്ല ചേമ്പ, കപ്പ പുഴുങ്ങിയത്, ചേമ്പിന്റെ പോലെ എനിക്ക്. പക്ഷെ രുചി അതിന്റെ അല്ലാന്ന് മാത്രം. ടെക്സ്ചർ സെയിം അതിന്റെയാണ്. ഇങ്ങനെ തേങ്ങ കൂടുതൽ ചേർക്കാം, ഇച്ചിരിയുടെ രുചിയുണ്ട്. വേറൊരു കാര്യമുണ്ട്, വിശങ്ങുമ്പോ കുഴപ്പമൊന്നുമില്ല ഇത് കഴിച്ചെന്നോർത്ത. ശരി, അതിന് പ്രത്യേക വികാരങ്ങളൊന്നും ഇല്ല രുചിക്ക്. പ്രത്യേകിച്ച് ഒരു രുചിയും ഇല്ല. പിന്നെ വയറ് ഫില്ലാവും, കഴിക്കാം. അത്രേ ഉള്ളൂ. മോശമൊന്നുമല്ല, നല്ലതാണ്. പക്ഷെ പ്രത്യേകിച്ച് ഒന്നിന്റെയും രുചി അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. എരിവും പുളിയും മധുരവും ഉപ്പും അല്ല, ഉപ്പ് ആവശ്യത്തിനുണ്ട് കേട്ടോ, അങ്ങനെയുള്ള ഒന്നുമില്ലല്ലോ. പിന്നെ എന്നാന്നറിയാമോ, അതേ ഈ കാച്ചിൽ തിന്നും പോലെ ചേനയൊക്കെ തിന്നൂല പുഴുങ്ങിച്ച്, അതുപോലെ ഇച്ചിരൂടെ തേങ്ങ ചേർക്കാം, അന്നേരം ഇച്ചിരൂടെ ടേസ്റ്റ് വരും. ചമ്മന്തി ഞാനും അത്ര പ്രിഫർ ചെയ്യുന്നില്ല, കാരണം എനിക്ക് എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാ. ചമ്മന്തി പറ്റൂല അതിന്, തേങ്ങ തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പക്ക് വേണോ? അപ്പക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. അപ്പക്ക് ഇത് ഇഷ്ടപ്പെടും, കാരണം ഇത് ചേമ്പിന്റെയും കപ്പയുടെ ഒക്കെ രുചിയാ. വേണമെങ്കിൽ അല്ല, രുചിയല്ല, ടെക്സ്ചർ അതാണ്. രുചി പ്രത്യേകിച്ച് ഒന്നിന്റെ രുചി ഇല്ല, ഒന്നിന്റെ രുചി ഇല്ല കേട്ടോ. ജസ്റ്റ് ഒരു പ്ലെയിൻ ടേസ്റ്റ് ആണ്. ഒരു കാര്യമുണ്ട്, ഞാൻ പറയട്ടെ. ഈ വയറൊക്കെ കനത്തിൽ കിടക്കണമെന്നുള്ളവർക്കും പലതരത്തിലുള്ള മധുരമൊക്കെ കഴിക്കാൻ പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് 2 എണ്ണം ശരിക്ക് പുഴുങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ കിടക്കും. അങ്ങനെ ഒരു
പ്ലേറ്റൊന്നും വേണ്ട. ഇച്ചിരി കഴിച്ചോ. അത് ഇതിൽ മുക്കി കഴിക്കണം, അല്ലെങ്കിൽ കൊള്ളൂല. ഇതിൽ മുക്കി കഴിച്ചോ. അതുകൊണ്ട് കഴിക്കാൻ പറ്റൂല. രസമില്ല, അല്ല വേണ്ട. ഒടിച്ചെടുക്കാനായിരിക്കും. അതാ കടുപ്പ. ഞങ്ങൾ നന്നായിട്ട് വേവിച്ചത്, അതിൽ കൂടുതൽ വേവില്ല. ചൂടാറിയ പിന്നെ കൊള്ളുകയില്ല. ഞാൻ കൂടുതൽ തേങ്ങ ഇട്ടോ, അപ്പം ഇച്ചിരി രുചി കിട്ടും. പ്രത്യേക രുചിയൊന്നുമില്ല അല്ലേ, ജസ്റ്റ് എ പ്ലെയിൻ ടേസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ ചേമ്പ് പുഴുങ്ങും പോലെ എനിക്ക് തോന്നിയത്. ചേമ്പ് പിന്നെ ഇച്ചിരി സോഫ്റ്റാണ്, ഇത് കടുകടുന്നായിരിക്കണേ. നാടൻകായാണ്, പച്ചക്കായ ആയതുകൊണ്ടായിരിക്കും കടുകടു. അപ്പോഴേ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. വലിയ ഇഷ്ടപ്പെടാൻ വഴിയില്ല. കുഴപ്പമൊന്നുമില്ല. ഈ വാഴയുടെ ഒക്കെ കിഴങ്ങ് തിന്നണ പോലെ. ഞാൻ പറയട്ടെ, എൻ്റെ അഭിപ്രായത്തിൽ ഇതിപ്പോൾ വെറും പച്ചക്കായല്ലേ നമ്മൾ പുഴുങ്ങിയതാണ്. നമ്മൾ തൊണ്ട് പതിക്കുന്ന നിറം മാറിയ ഏത്തക്ക പുഴുങ്ങിയ ഇച്ചിരിയോട് ചെറുതായിട്ടൊരു പുളിപ്പ് പോലെയൊക്കെ വരും. ഇത് അങ്ങനെയുള്ള ഒന്നുമില്ല, കടും കടുപ്പ, കടും പച്ചയായതുകൊണ്ട്. ചേരില്ല. അതല്ല, നേരിയ ഒരു പുളിപ്പ്. എന്നാലും ചമ്മന്തി അതിൻ്റെ കൂടെ ചേരില്ല. അപ്പം അത് ചുമ്മാ തിന്നണമായിരിക്കും അല്ലേ. തേങ്ങ ഏറ്റവും നല്ലത്. സെലിന എന്നോട് പറഞ്ഞാണ് തേങ്ങ ചേർത്ത് തിന്നുവാ നല്ലതെന്ന്. പക്ഷെ ചമ്മന്തിയും ചേർച്ചയുണ്ട്. തേങ്ങയും പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനമല്ലേ, പ്ലെയിൻ ടേസ്റ്റ് അല്ലേ. ചമ്മന്തി എനിക്ക് വേണ്ട. ചമ്മന്തി മുക്കുമ്പോ ഇച്ചിരി സ്ട്രോങ് ആയി മാറും. ശരിയായിരുന്നു. അത് തിന്നാം. അപ്പൊ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ അപ്പൊ കഴിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടതാണ്. എനിക്ക് ഞാൻ മാർക്ക് കൊടുക്കുവാണെങ്കിൽ 100-60. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇടയ്ക്ക് കാൽ മേടിക്കുമ്പോൾ പുഴുങ്ങി തിന്നാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയല്ല, തൊലി നിറം മാറിയത് പറ്റിയുള്ള ഒരു പുളിപ്പ് കിട്ടും. ഇത് ഉദ്ദേശിക്കുന്നത് ഈ വാഴയൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് വൈകുന്നേര സമയത്തോ രാവിലെയോ ഒക്കെ കഴിക്കാൻ പാകത്തിനുള്ള ഒരു ഡിഷ്. അമ്മ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പുട്ട് കഴിക്കുക വീണ്ടും. അരക്കണ പുട്ട്. അമ്മക്ക് തൃപ്തിയായില്ല. എനിക്ക് അത് കഴിച്ചാൽ തൃപ്തിയാവൂല. അരക്കണ പുട്ടും പച്ചപ്പഴവും ഞാൻ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. പത്രം നിർത്താനായിരിക്കും. ആർ യു ഹാപ്പി വിത്ത് ടുഡേസ് ബ്രേക്ക്ഫാസ്റ്റ്? ഇതിങ്ങോട്ട് ചെന്നപ്പോ വളരെ ഹാപ്പിയായി, ഡബിൾ ഹാപ്പിയായി. ഞാനിത് ചുട്ടുവെച്ചാ മറ്റേലേക്ക് കടന്നു. പക്ഷെ എനിക്കത് വേണമെന്ന് തോന്നിയില്ല കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു വ്യത്യസ്ത രുചി. ഒരു കാര്യമുണ്ട്, നീ ചിരിച്ചിരിച്ചല്ലേ കഴിക്കാറുള്ളൂ. ഞാൻ പുട്ടാണെങ്കിൽ അരക്കണ നന്നായിട്ട് സമ്പുഷ്ടിയായിട്ട് കഴിക്കും. പഴമാണെങ്കിൽ പഴം, പച്ചപ്പഴം, ഏത് പഴമെന്ന് വെച്ചാൽ അതാ. അല്ലെങ്കിൽ പിന്നെ എന്നാന്ന് വെച്ചാൽ അത് കഴിക്കണല്ലേ, നീ കുറച്ച് കുറച്ച് കഴിക്കുന്നതുകൊണ്ട് നിനക്ക് അതുകൊണ്ട് ഫുള്ളായി. എനിക്കത് കഴിച്ചിട്ട് ഫുള്ളായില്ല, അരഭാഗം ഫില്ലാവാനുണ്ടായിരുന്നു. അത് നിറച്ചതാക്കാം. ഇപ്പൊ കറക്റ്റായോ? ഇനി കുറച്ചുകൂടി വേണോ? ഇനി ഒരു കോഫി നിങ്ങളുടെ കഴിഞ്ഞ ഓക്കെ, പെർഫെക്റ്റ്ലി ഓക്കെ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് കാര്യങ്ങൾ ഓരോന്നെ കാണിക്കാം.